നമുക്ക് വീട് പണിയിൽ ചിലവ് കുറക്കണം. ഒരു വീട് പണിയിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന സാധനമാണ് ഈ വയർ. ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് പണിയിലെ ചിലവ് ഒരുപാട് കുറക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചുറ്റിയുള്ള ഇപ്പോൾ ചെയ്യുന്ന സിസ്റ്റം അത് ഇവിടെ വെച്ച് നിർത്തുക. ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഇലക്ട്രിക് ഡ്രോയിങ് വരക്കുക എന്നുള്ളതാണ്. അത് എപ്പോൾ വരക്കണം എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സിൻ്റെ ഡ്രോയിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അപ്രൂവലൊക്കെ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു MEP ഡ്രോയിങ്, അതിൽ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, HVAC 3 ഉൾപ്പെടുത്തിയിട്ടുള്ള ഡ്രോയിങ് വരയ്ക്കുക. ഇതിൽ നമുക്ക് ഇലക്ട്രിക്കലാണ് പ്രാധാന്യമുള്ളത്. ഇലക്ട്രിക്കൽ ആദ്യം തന്നെ തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ വയർ, ഇലക്ട്രിക്കൽ വർക്കിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന സാധനമാണ് ഈ വയർ. ആ വയർ കട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്, ഫിറ്റിങ്സ് എല്ലാം കുറക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ വെറുതെ ഒരു ഡ്രോയിങ് വരച്ചാൽ പോരാ, കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ഡ്രോയിങ് തന്നെ വരക്കണം. അപ്പോൾ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ എന്തെല്ലാം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ ഡ്രോയിങ് വേണം. അതിൽ തന്നെ DB ഷെഡ്യൂൾ നിർബന്ധമായിട്ട് വേണം. സ്വിച്ച് ബോർഡ് ലേഔട്ട് ഡീറ്റെയിൽസ് വേണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്കതിലുള്ള വയറിൽ ഒരുപാട് അനാവശ്യ വയറുകൾ വരാതെ നിലനിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ന്യൂട്രൽ വയറും എർത്ത് വയറൊക്കെ ഓരോ ബോക്സിലൊക്കെ ഇറങ്ങുന്ന രീതി കാണുന്നുണ്ട്. ഒരുപാട് വയർ അങ്ങനെ വേസ്റ്റേജ് വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഒഴിവാക്കണമെങ്കിൽ ഈ ഡീറ്റെയിൽ ഡ്രോയിങ് കൂടി അതിന് ഉൾപ്പെടുത്തുക. കോൺഡ്യൂട്ട് ലേഔട്ട് നിർബന്ധമായിട്ടും വേണം. അപ്പം ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഒന്ന് DB ഷെഡ്യൂൾ, സ്വിച്ച് ബോർഡ് ഡീറ്റെയിൽസ്, പിന്നെ കോൺഡ്യൂട്ട് ലേഔട്ട്. നിർബന്ധമായിട്ടും ഈ ഡീറ്റെയിൽസ് ഡ്രോയിങ്ങിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വയറുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ പൈപ്പ്, ഫിറ്റിങ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട കാര്യം കറണ്ട് ബില്ലിനെയും കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം കൂടുതൽ വയറുകൾ ഈ പറഞ്ഞ ഓരോ കോൺഡ്യൂട്ടിലും വരാതെ ഇരിക്കാനും ഇത് ശ്രദ്ധിക്കാൻ പറ്റും.